ഹലോ ഫ്രണ്ട്സ്, രാവിലെ തന്നെ അരി തിളക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമാണ് എന്നിട്ടാണ് പറയാറ്. അപ്പോൾ ഇത് അരി തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലോട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടുമേ. മീൻകറിയാണ് കേട്ടോ ഇന്ന് വെക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ നന്നായി കഴുകി മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതാ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കറി വെക്കാൻ വേണ്ടി പോവാന്നേ. നല്ല തനി നാടൻ രീതിയിലാണ് കേട്ടോ ഇന്നത്തെ മീൻകറി വെക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ കോമൺ ആയിട്ട് സാധാരണ നമ്മളെ വീട്ടിൽ വെക്കുന്ന നാടൻ കറിയാണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ചതിന് ശേഷം അത് വേവിക്കണം. പുറത്ത് നല്ല മഴയാണ്, നല്ല ഇരുട്ട് കോടമഞ്ഞ് പോലെയൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിത് തേങ്ങ അരച്ചെടുക്കണം. ഈ ഒരു ചെറിയ തേങ്ങക്ക് ഇവിടെ 40 രൂപയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ തേങ്ങയും നല്ല ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ ഇതാ നന്നായിട്ട് വെന്ത് എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ നന്നായി അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അധികം ഇളക്കാൻ പാടില്ല. ഞാനത് മീനിൻ്റെ കഷ്ണങ്ങൾക്കൊന്നും കൊള്ളാത്ത രീതിയിലാണ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. സാധാരണ ചട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മീനിൻ്റെ കഷ്ണങ്ങൾക്കൊന്നും ബാധിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി വെച്ചതാണ്. എന്നിട്ട് ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ നന്നായി വെന്ത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി സെറ്റായിട്ടുണ്ട്. ആ സമയത്ത് അതിലോട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ 500 രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 പാവക്ക ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പഴുത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു പാവക്കയും കൂടി ഉപ്പേരിയാക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതും നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കിയത്. പാവക്കയും പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ നന്നായി വറ്റി വന്ന സമയത്ത് അതിലോട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ കറികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓരോരോ നാട്ടിൽ ഓരോ ടൈപ്പിലായിരിക്കും അല്ലേ മീൻ കറിയും ഉപ്പേരിയൊക്കെ വെക്കുന്നത്. ഇതുപോലെ തന്നെ ഇതാ പാവക്ക മെഴുക്കുവരട്ടിയാണ് അധികം സ്ഥലത്തും വെക്കുന്നത്. നമ്മളിങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ടൈപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ അത് രണ്ടും റെഡിയായ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ ഐറ്റംസ്. ചിക്കൻ കറി ഇന്നലെ അമ്മ കൊണ്ടു തന്നതാണ് കേട്ടോ, നല്ല കുരുമുളകിട്ട് വരട്ടിയത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്